നിലവിൽ സോളാർ സ്ഥാപിച്ചിട്ട് 6 മാസമായി. നിലവിൽ നമ്മൾ 4 മാസത്തെ ബില്ലാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണത്. അതിനകത്ത് ജനുവരി മാസത്തെ ബില്ലും ഫെബ്രുവരി മാസത്തെ ബില്ലും മാർച്ച് മാസത്തെ ബില്ലും ഏപ്രിൽ മാസത്തെ ബില്ല്. ഇത് വലുതാണ് നമ്മൾ സോളാർ സ്ഥാപിച്ച വീടിൻ്റെ ബില്ലും, ചെറുത് വീൽ ചെയ്ത വീടിൻ്റെ ബില്ലുമാണ്. അപ്പോൾ ഇതിനകത്ത് ഡേറ്റ് നോക്കി മനസ്സിലാവും. മെയ് 1-ാം തീയതി ബില്ല് വന്നതാണ്, അതായത് ഏപ്രിൽ മാസത്തെ ബില്ല്. അപ്പോൾ നമ്മൾ സോളാർ ടോട്ടൽ ഏപ്രിൽ മാസം പ്രൊഡക്ഷൻ ചെയ്ത് 575 യൂണിറ്റാണ് ടോട്ടൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് മാർച്ച് മാസം എടുക്കുകയാണെങ്കിൽ 597 യൂണിറ്റാണ് മാർച്ച് മാസം പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഫെബ്രുവരി മാസം നോക്കുകയാണെങ്കിൽ 620 പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ജനുവരി മാസം ആണെങ്കിൽ 528 സോളാർ പ്രൊഡക്ഷൻ ചെയ്ത യൂണിറ്റ്. അപ്പോൾ നമ്മൾ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ 17 യൂണിറ്റ് മുതൽ 20 യൂണിറ്റിനിടയിൽ നമുക്ക് ഒരു ദിവസം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആവറേജ് എടുത്തുമ്പോൾ ഒരു ദിവസം നമുക്ക് ശരാശരി 17 മുതൽ 20 യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇനി ഉപയോഗം നോക്കുകയാണെങ്കിൽ KCBയുടെ കറണ്ട് ഉപയോഗിച്ചാണ് ജനുവരി മാസം നമുക്ക് 114 യൂണിറ്റാണ് നമ്മൾ KCBയുടെ കറണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തേക്കണം. 114 യൂണിറ്റാണ് KCBയുടെ കറണ്ട് ഉപയോഗിച്ചത്. അത് ഫെബ്രുവരി മാസം നോക്കുകയാണെങ്കിൽ 133 യൂണിറ്റാണ് നമ്മൾ KCBയുടെ കറണ്ട് ഉപയോഗിച്ചത്. മാർച്ച് മാസമാണെങ്കിൽ 185 യൂണിറ്റ് നമ്മൾ KCBയുടെ കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏപ്രിൽ മാസമാണെങ്കിൽ 203 അത് നമ്മൾ കൂടിയാണ്. അത് നമ്മൾ ജനുവരി വെച്ച് നോക്കുമ്പോൾ ജനുവരി കുറവാണ്, ഫെബ്രുവരി വീണ്ടും കൂടി, മാർച്ച് വീണ്ടും കൂടി, ഏപ്രിൽ ആകുമ്പോൾ വീണ്ടും കറണ്ട് കൂടിയാണ്. നമ്മൾ ഉപയോഗം KCB ഉപയോഗിക്കുന്ന കാറ്റ് കറണ്ട് ഉപയോഗം കൂടി വന്നു. കാരണം നമ്മളിപ്പോൾ 2 AC ഉപയോഗിക്കുന്നുണ്ട്. രാത്രി 2 AC നമ്മൾ സ്ഥിരം രാത്രി 2 AC ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കറണ്ട് വരാൻ കാരണം. പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് ഇൻഡക്ഷൻ കുക്കറിലാണ്. അപ്പോൾ നമുക്ക് 6 മാസം ഒരു ഗ്യാസ് നമുക്ക് കിട്ടി. അപ്പോൾ ഫുള്ളി ഇൻഡക്ഷൻ കുക്കറിൽ മാറിയപ്പോൾ ഗ്യാസിൻ്റെ ഉപയോഗം കുറഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്, നമ്മൾ KCBയിലേക്ക് മാർച്ച് മാസം എക്സ്പോർട്ട് ചെയ്തതാണ് ഈ 449 യൂണിറ്റ് നമ്മൾ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്തതാണ്. അത് മാർച്ച് മാസമാണെങ്കിൽ നിലവിൽ 482 യൂണിറ്റാണ് എക്സ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി മാസമാണെങ്കിൽ അത് 530 യൂണിറ്റാണ് എക്സ്പോർട്ട് ചെയ്തത്. ജനുവരി മാസമാണെങ്കിൽ അത് 452 യൂണിറ്റാണ് എക്സ്പോർട്ട് ചെയ്തത്. നമ്മൾ 114 യൂണിറ്റാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. 452 യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച കറണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത കറണ്ടിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ 338 യൂണിറ്റ് നമുക്ക് ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് യൂണിറ്റാണ് നമ്മൾ വീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസം നോക്കുകയാണെങ്കിൽ നമ്മൾ 133 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് 530. അപ്പോൾ 133-ന് 530 കുറയ്ക്കുമ്പോൾ 397 യൂണിറ്റ് നമുക്ക് ബാലൻസ് യൂണിറ്റ് ഉണ്ട്. അതാണ് നമ്മൾ വീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത മാസത്തിലേക്ക് പോകാം. മാർച്ച് മാസം നോക്കുകയാണെങ്കിൽ 185 യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് കുറച്ച് കഴിയുമ്പോൾ 297 യൂണിറ്റ് നമുക്ക് ബാലൻസ് വരുന്നുണ്ട്. ഈ ബാലൻസ് യൂണിറ്റ് നമ്മൾ വീൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീൽ ചെയ്യാൻ വേണ്ടി 156 യൂണിറ്റാണ് നമ്മൾ വീൽ ചെയ്ത വീടിൻ്റെ കറണ്ട് ഉപയോഗിച്ചത്. 156 യൂണിറ്റ് ഉപയോഗിച്ചത്. അത് നമ്മൾ ബാലൻസ് യൂണിറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 290 നമുക്ക് ബാലൻസ് വന്നത്. അതിലേക്ക് 156 യൂണിറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 141 യൂണിറ്റ് വീണ്ടും ബാലൻസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഏപ്രിൽ മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 203 യൂണിറ്റാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. എക്സ്പോർട്ട് 449. അപ്പോൾ 449-ന്ന് 203 കുറച്ച് നമ്മൾ 246 യൂണിറ്റാണ് നമുക്ക് ബാലൻസ് വന്ന യൂണിറ്റ്. ഈ യൂണിറ്റ് നമ്മൾ വീൽ ചെയ്യാനുള്ള വീട്ടിലേക്ക് ആഡ് ചെയ്യണം. അത് 133 യൂണിറ്റാണ് അവിടെ ഉപയോഗിച്ചത്. ആ 133 ബാലൻസ് വന്ന യൂണിറ്റിലേക്ക് കുറച്ച് കഴിയുമ്പോൾ 113 യൂണിറ്റ് വീണ്ടും ബാലൻസ് വരുന്നുണ്ട്. നമ്മൾ വീൽ ചെയ്തേക്കണേ നമുക്ക് ഒരേ സെയിം പേരിൽ തന്നെ ഒരു വീട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തേക്കണേ. അത് കൂടുതൽ വീടില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ബാലൻസ് യൂണിറ്റിൻ്റെ പൈസ നമുക്ക് മാർച്ചിൽ കണക്ക് ക്ലോസ് ചെയ്ത് KCB നമുക്ക് തരുന്നതാണ്. ഇത് കേരളത്തിൽ എവിടെയുള്ള വീടോ ഷോപ്പോ എന്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിം നെയിമിൽ തന്നെ സെയിം പേരിൽ തന്നെയുള്ള മീറ്റർ ആയിരിക്കണം മാത്രമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ കൺസ്യൂമർ നെയിമിൻ്റെ പേര് സെയിം ആയിരിക്കണം. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. 567 പാനലാണ് നമ്മൾ വച്ചേക്കുന്നത്. അപ്പോൾ 3920 വാട്ട്സാണ് ടോട്ടൽ വാട്ട്സ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. ഇത് 3.3യുടെ ഇൻവെർട്ടറാണ് വച്ചേക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 പാനലാണ് വയ്ക്കാമുള്ളൂ. പക്ഷെ നമ്മൾ അഡീഷണൽ ഒരു പാനലൂടെ ആഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് 3.3 ഇൻവെർട്ടർ ആണെങ്കിലും. പിന്നെ നമ്മൾ 2 ഫാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് ശരിക്കും പറഞ്ഞാൽ 4000 വാട്ട്സ് വരെ ഉച്ച സമയത്ത് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻവെർട്ടർ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്, അത്യാവശ്യം നല്ല ചൂടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 ഫാൻ അഡീഷണൽ വയ്ക്കാൻ കാരണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈ അടുപ്പിൻ്റെ പുക നേരെ പൊങ്ങുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം 4000 വാട്ട്സ് വെച്ച് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പുക പൊങ്ങുകൊണ്ട് പാനലിന് മുകളിൽ ചെറിയ ചാരം പോലെ വന്ന് ചാടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാറൊന്നുമില്ല.
നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാറൊന്നുമില്ല. ഇപ്പോൾ KCBയുടെ ബില്ല് വരുന്നത് 210 മുതൽ 330 രൂപ വരെയാണ് സോളാർ സ്ഥാപിച്ച വീടിൻ്റെ ബില്ലും. വീല് ചെയ്ത വീടിൻ്റെ ബില്ല് 90 മുതൽ 120 രൂപ വരെയാണ് വീല് ചെയ്ത വീടിൻ്റെ ബില്ല് വരുന്നത്.